എല്ലാവർക്കും നമസ്കാരം. എസ് എസ് ഭാഗത്തു നിന്നും പുതിയ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. SSC കോൺസ്റ്റബിൾ ജിയുടെ നോട്ടിഫിക്കേഷൻ റിലീസ് ആയിരിക്കുകയാണ്. നമുക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം. 5/9/2024 മുതൽ 14/10/2024 വരെ നമുക്ക് ഈ റിക്രൂട്ട്മെന്റിന് ഓൺലൈനായിട്ട് SSCയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ജാനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് ഇതിന്റെ എക്സാമിനേഷൻ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. റിക്രൂട്ട്മെന്റിലേക്കുള്ള വേക്കൻസി നമുക്ക് നോക്കാം. ടോട്ടൽ വേക്കൻസി 39,481 വേക്കൻസിയാണ് ടോട്ടലി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ മെയിൽ കാൻഡിഡേറ്റ്സിന് 35,612 വേക്കൻസിയും ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 3,869 വേക്കൻസിയാണ്. ഇതിൽ മെയിൽ കാൻഡിഡേറ്റ്സിന് BSFലേക്ക് SCക്ക് 2018 വേക്കൻസി, STക്ക് 1,489 വേക്കൻസി, OBCക്ക് 2,906 വേക്കൻസി, EWSന് 1,330 വേക്കൻസി, URന് 5,563 വേക്കൻസിയാണ്. BSFലേക്ക് മാത്രം 13,306 വേക്കൻസി ഉണ്ട്. CISFലേക്ക് 959 വേക്കൻസി, SCക്ക് STക്ക് 687 വേക്കൻസി, OBCക്ക് 1,420 വേക്കൻസി, EWSന് 644 വേക്കൻസി, URന് 2,720 വേക്കൻസി, അങ്ങനെ 6,430 വേക്കൻസിയാണ്. CRPFലേക്ക് SC കാൻഡിഡേറ്റ്സിന് 1,681 വേക്കൻസി, STക്ക് 1,213 വേക്കൻസി, OBCക്ക് 2,510 വേക്കൻസി, EWSന് 1,130 വേക്കൻസി, URന് 4,765 വേക്കൻസി, അങ്ങനെ 11,299 വേക്കൻസിയാണ്. SSBക്ക് 122 വേക്കൻസി, SCക്ക് STക്ക് 79 വേക്കൻസി, OBCക്ക് 187 വേക്കൻസി, EWSന് 82 വേക്കൻസി, URന് 349 വേക്കൻസി, അങ്ങനെ ടോട്ടൽ 819 വേക്കൻസിയാണ് SSBയിലേക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ITBPയിലേക്ക് 345 വേക്കൻസി, SCക്ക് STക്ക് 326 വേക്കൻസി, OBCക്ക് 505 വേക്കൻസി, EWSന് 197 വേക്കൻസി, URന് 1,791 വേക്കൻസിയാണ്. ടോട്ടൽ 2,564 വേക്കൻസി ഉണ്ട്. ആസാ റൈഫിൾസിലേക്ക് SCക്ക് 104 വേക്കൻസി, STക്ക് 221 വേക്കൻസി, OBCക്ക് 205 വേക്കൻസി, EWSന് 109 വേക്കൻസി, URന് 487 വേക്കൻസി, അങ്ങനെ ടോട്ടൽ 1,742 വേക്കൻസി ഉണ്ട്. SSFലേക്ക് SC കാൻഡിഡേറ്റ്സിന് 5 വേക്കൻസി, STക്ക് 3 വേക്കൻസി, OBCക്ക് 9 വേക്കൻസി, EWS 4 വേക്കൻസി, URന് 14 വേക്കൻസി, അങ്ങനെ 35 വേക്കൻസിയാണ്. NCBയിലേക്ക് SC കാൻഡിഡേറ്റ്സിന് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ST കാൻഡിഡേറ്റ്സിന് 1 വേക്കൻസി, OBCക്ക് 5 വേക്കൻസി, EWSന് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. URന് 5 വേക്കൻസി, അങ്ങനെ 11 വേക്കൻസിയാണ് NCBയിലേക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ടോട്ടൽ മെയിൽ കാൻഡിഡേറ്റ്സിന് 35,612 വേക്കൻസിയാണ് മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അടുത്ത ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണ്. BSFലേക്ക് SCക്ക് 356 വേക്കൻസി, STക്ക് 262 വേക്കൻസി, OBCക്ക് 510 വേക്കൻസി, EWSന് 234 വേക്കൻസി, URന് 986 വേക്കൻസി, BSFലേക്ക് മാത്രം 2,348 വേക്കൻസി ഉണ്ട്. CISFലേക്ക് SCക്ക് 106 വേക്കൻസി, STക്ക് 71 വേക്കൻസി, OBCക്ക് 156 വേക്കൻസി, EWSന് 74 വേക്കൻസി, URന് 308 വേക്കൻസി, അങ്ങനെ 715 വേക്കൻസിയാണ് CSFലേക്ക്. CRPFലേക്ക് SCക്ക് 34 വേക്കൻസി, STക്ക് 20 വേക്കൻസി, OBCക്ക് 53 വേക്കൻസി, EWSന് 19 വേക്കൻസി, UR 116 വേക്കൻസിയാണ്. 242 വേക്കൻസി ടോട്ടൽ. SSBയിലേക്ക് SCക്ക് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ST, OBC, EWSന് URനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ITBPയിലേക്ക് 59 വേക്കൻസി ഉണ്ട്. SCക്ക് STക്ക് 59 വേക്കൻസി, OBCക്ക് 90 വേക്കൻസി, EWSന് 21 വേക്കൻസി, URന് 224 വേക്കൻസി, 453 വേക്കൻസിയാണ്. അങ്ങനെ ടോട്ടൽ ITBPയിലേക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അടുത്തത് ആസാം റൈഫിൾസിലേക്കാണ്. SCക്ക് 9 വേക്കൻസി, STക്ക് 21 വേക്കൻസി, OBCക്ക് 16 വേക്കൻസി, EWSന് 6 വേക്കൻസി, URന് 48 വേക്കൻസി, അങ്ങനെ ടോട്ടൽ 100 വേക്കൻസിയാണ് ആസാം റൈഫിൾസിലേക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. SSFയിലേക്ക് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. NCBയിലേക്ക് OBCക്ക് 4 വേക്കൻസി ഉണ്ട്, EWSന് 1 വേക്കൻസി, URന് 6 വേക്കൻസി, അങ്ങനെ 11 വേക്കൻസിയാണ് NCBയിലേക്ക് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ 3,869 വേക്കൻസിയാണ് ടോട്ടൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനുള്ളത്. അങ്ങനെ ഗ്രാൻഡ് ടോട്ടൽ ആയിട്ട് 39,481 വേക്കൻസിയിലേക്കാണ് ഈ പ്രാവശ്യം നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. പേ സ്കെയിൽ പറഞ്ഞിരിക്കുന്നത് ശിപ്പായി ഇൻ NCB 16 മുതൽ 56,900 വരെ ബേസിക് സാലറി. ഇത് കൂടാതെ അലവൻസും കാര്യങ്ങളും എല്ലാം തന്നെ ലഭിക്കുന്നതാണ്. ലെവൽ 1 ആണ്. അടുത്തത് മറ്റുള്ള കോഴ്സുകളിലേക്ക് ലെവൽ 3 ആണ്. 21,700 മുതൽ 69,100 വരെ ബേസിക് സാലറി ലഭിക്കുന്നതാണ്. ഇത് കൂടാതെ യൂണിഫോം പോസ്റ്റ് ലഭിക്കുന്ന അലവൻസും കാര്യങ്ങളും എല്ലാം തന്നെ ലഭിക്കുന്നതാണ്. ഇതിലേക്കുള്ള ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് 18 മുതൽ 23 വയസ്സ് വരെയാണ് അൺറിസർവ്ഡ് കാൻഡിഡേറ്റ്സിന്. 2/1/2002 1/1/2007 ഈ ഡേറ്റ് ഉൾപ്പെടെ ജനിച്ചവർക്ക് അപേക്ഷിക്കാം. ഇതിൽ നിന്ന് 3 വർഷത്തിൽ OBCക്കും 5 വർഷത്തിൽ SC ST കാൻഡിഡേറ്റ്സിനും ലഭിക്കുന്നതാണ്. 26 വയസ്സിൽ OBCക്കും 28 വയസ്സിൽ SC ST കാൻഡിഡേറ്റ്സിനും ഏജിന് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് 10ാം ക്ലാസ് പാസ്സായവർക്ക് റിക്രൂട്ട്മെന്റിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്.
നമുക്ക് റിക്രൂട്ട്മെന്റിന്റെ സെലക്ഷൻ പ്രോസസ്സും കാര്യങ്ങളും ഒക്കെ നോക്കാം. ഇതിലേക്ക് സെലക്ഷൻ പ്രോസസ്സായിട്ട് പറഞ്ഞിരിക്കുന്ന ആദ്യം എക്സാമിനേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. എക്സാമിനേഷൻ ഡേറ്റ് നമ്മൾ നേരത്തെ നോക്കിയതാണ്. കൂടാതെ അപേക്ഷിക്കുമ്പോൾ 100 രൂപ ഫീസ് ഉണ്ട്. SC ST വുമൺ കാൻഡിഡേറ്റ്സിന് അതുപോലെ എക്സ് സർവീസ്മെൻ കാൻഡിഡേറ്റ്സിന് ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ഇതിലേക്കുള്ള സെലക്ഷൻ പ്രോസസ്സ് എക്സാമിനേഷൻ ആദ്യം ഉണ്ടായിരിക്കുന്നതാണ്. എക്സാമിനേഷൻ്റെ സെൻറ്ററുകൾ കേരളത്തിൽ നമുക്ക് എറണാകുളം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തിരുവനന്തപുരം, തൃശ്ശൂർ തുടങ്ങിയ ഡിസ്ട്രിക്റ്റുകളിലാണ് കേരളത്തിൽ എക്സാമിനേഷൻ സെൻട്രൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഇതിലേക്കുള്ള എക്സാമിനേഷൻ്റെ സിലബസ് പറഞ്ഞിരിക്കുന്നത് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് 20 ക്വസ്റ്റ്യൻ ഉണ്ട്, 40 മാർക്കാണ്. ഒരു ക്വസ്റ്റ്യൻ 2 മാർക്കാണ്. ജനറൽ നോളജ് ആൻഡ് ജനറൽ അവയർനെസ് ആണ് അടുത്തത്. 20 ക്വസ്റ്റ്യൻ ഉണ്ട്, 40 മാർക്കാണ്. എലിമെന്ററി മാത്തമാറ്റിക്സ് 20 ക്വസ്റ്റ്യൻ ഉണ്ട്, 40 മാർക്ക്. ഇംഗ്ലീഷ് ഓർ ഹിന്ദി ഇംഗ്ലീഷ് 20 ക്വസ്റ്റ്യൻ, 40 മാർക്കാണ്. ടോട്ടൽ 160 മാർക്കിനാണ് എക്സാമിനേഷൻ. 60 മിനിറ്റ് ആണ്, 1 മണിക്കൂറാണ് ടൈമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഇംഗ്ലീഷ് കൂടാതെ നമുക്ക് മലയാളത്തിലും എക്സാമിനേഷൻ എഴുതാൻ സാധിക്കുന്നതാണ്. ഇതിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് മലയാളത്തിലും എക്സാമിനേഷൻ ഇപ്രാവശ്യം എഴുതാൻ സാധിക്കുന്നതാണ്. സോ നല്ല അവസരമാണ്. മാത്രമല്ല സിലബസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, ഡീറ്റെയിൽ സിലബസ് ഒക്കെ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ SSCയുടെ സൈറ്റിൽ വന്നിട്ടുണ്ട്. ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും ഇതിന് ശേഷം ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഉണ്ടായിരിക്കുന്നതാണ്. 5 കിലോമീറ്റർ റണ്ണാണ് പറഞ്ഞിരിക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. 5 കിലോമീറ്റർ 24 മിനിറ്റിലാണ് മെയിൽ കാൻഡിഡേറ്റ്സിന്. ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 1.6 കിലോമീറ്റർ ആണ് 8 മിനിറ്റിലാണ് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അടുത്ത ഹൈറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഹൈറ്റ് മെയിൽ കാൻഡിഡേറ്റ്സ് 170 സെന്റിമീറ്ററും ഫീമെയിൽ കാൻഡിഡേറ്റ്സ് 157 സെന്റിമീറ്ററാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിലേക്ക് ചെസ്റ്റ് പറഞ്ഞിരിക്കുന്നത് 80-85 ആണ്. നോർമൽ 80ഉം ചെസ്റ്റ് എക്സ്പാൻഷൻ വരുമ്പോൾ 85 സെന്റിമീറ്റർ നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ 170 സെന്റിമീറ്ററും നിർബന്ധമാണ്. അതുപോലെ തന്നെ വെയിറ്റ് പറഞ്ഞിരിക്കുന്നത് ഹൈറ്റിന് പ്രൊപ്പോർഷനായിട്ടുള്ള വെയിറ്റ് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം എന്നതിൽ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഒരു ഡീറ്റെയിൽ മെഡിക്കൽ എക്സാമിനേഷൻ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും പാസ്സാവുന്നവർക്ക് ഡീറ്റെയിൽ മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് പറഞ്ഞിരിക്കുന്നത്. സോ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും അപേക്ഷിക്കുക. ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് എല്ലാം വെച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോയും കൂടി ചെയ്യുന്നതാണ്. സോ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന തീർച്ചയായും അപേക്ഷിക്കുക. അപേക്ഷിക്കാനുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ നോട്ടിഫിക്കേഷൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ അപേക്ഷിക്കാൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നോട്ടിഫിക്കേഷൻ ലാസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്. SSCയുടെ 1 ടൈം പ്രൊഫൈൽ വഴി അപേക്ഷിക്കാൻ സാധിക്കുന്നത്. 1 ടൈം പ്രൊഫൈൽ ഇതായിട്ട് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാത്തവർ തീർച്ചയായും ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം അപേക്ഷിക്കുക. അപേക്ഷ അയക്കേണ്ട അവസാന തീയതി പറഞ്ഞിരിക്കുന്നത് 14/10/2024 അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. എക്സാമിനേഷൻ ഡേറ്റ് ജാനുവരി മുതൽ ഫെബ്രുവരി വരെയാണ് എക്സാമിനേഷൻ. അടുത്ത വർഷം ജാനുവരി മുതൽ ഫെബ്രുവരി വരെയാണ് എക്സാമിനേഷൻ ഡേറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. സോ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന തീർച്ചയായും അപേക്ഷിക്കുക. അപേക്ഷിക്കാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ ഉപകാരപ്പെട്ട ശേഷം മറക്കരുത്. അതെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യാം. ആർമി, നേവി, എയർഫോഴ്സ്, SSC ജോബ് നോട്ടിഫിക്കേഷൻസ് ഉടൻ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് താല്പര്യം. വന്ദേ മാതരം.